ഉമേഷ്, ആദ്യം തന്നെ SSLC പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതാൻ തുടങ്ങുകയാണ്. നിർണായകമായ ഒരു പരീക്ഷ. മറ്റ് രാഷ്ട്രീയ വാർത്തകളുമുണ്ട്. എന്തായാലും ഗുഡ് മോർണിംഗ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറ്റവും നിർണായക ദിവസമാണ്. കാരണം SSLC പരീക്ഷ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ നടത്താൻ പോകുന്നു. സർക്കാരിൻ്റെ മുന്നിൽ കാര്യമായ വെല്ലുവിളികളില്ല. കാരണം കോവിഡിൻ്റെ എല്ലാം വലിയ വെല്ലുവിളികളെല്ലാം തരണം ചെയ്ത് പരീക്ഷകൾ നടത്തിയ പരിചയം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരീക്ഷ വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാതെ വലിയ അനായാസത്തോടെ ഏറ്റെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 4,19,362 വിദ്യാർത്ഥികൾ റെഗുലറായി പരീക്ഷ എഴുതുന്നുണ്ട്. ഇതിൽ 2,13,000-ലധികം പേരും പെൺകുട്ടികളാണ്. 192 പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുമുണ്ട്. കൂടാതെ ഗൾഫിലടക്കം സെൻറ്ററുകളുണ്ട്. രാവിലെ 9:30 പരീക്ഷ ആരംഭിക്കും. സർക്കാർ മേഖലകളിൽ 1170 സെൻറ്ററുകളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ എയ്ഡഡ് മേഖലകളിൽ ഏകദേശം 1421 സെൻറ്ററുകളും ഒരുക്കിയിട്ടുണ്ട്. അൺഎയ്ഡഡ് മേഖലയിൽ 369 സെൻറ്ററുകളാണുള്ളത്. ആകെ 2960 പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗൾഫിൽ 518 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ലക്ഷദ്വീപിൽ 9 സ്കൂളുകളിലായി 289 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നുണ്ട്. ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് പ്രഥമ ലാംഗ്വേജാണ്, അതായത് ഒന്നാം ഭാഷയാണ്. അത് മലയാളമുണ്ട്. മറ്റ് ഒന്നാം ഭാഷയായി തിരഞ്ഞെടുക്കുന്ന തമിഴ്, കന്നഡ അടക്കമുള്ള ഒന്നാം ഭാഷയായി തിരഞ്ഞെടുക്കുന്ന മറ്റ് വിഷയങ്ങളും ഇന്ന് തന്നെ അതിനോടൊപ്പം ഒന്നാം ഭാഷ പരീക്ഷ എന്ന രീതിയിൽ നടക്കും. 29-ാം തീയതി വരെയാണ് SSLC പരീക്ഷ. നാളെ +2 VHSC പരീക്ഷകളും ആരംഭിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ 9:30 മുതൽ പരീക്ഷ. രാവിലെ 8:30 കഴിയുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തിത്തുടങ്ങും. വലിയ പ്രതീക്ഷയാണ്. ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി വളരെ കാത്തിരിപ്പാണ്. വളരെ മണിക്കൂറുകൾ ഒന്നുമില്ല, വളരെ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള പരീക്ഷാ ഹാളിലേക്ക് കുട്ടികളെത്താൻ ഇനി ഏകദേശം ഒരു 8 മണി 8:30 ആകുമ്പോൾ തന്നെ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തി തുടങ്ങും. തിരുവനന്തപുരത്ത് തന്നെ സെൻറ്റ് മേരീസും കോട്ടയെങ്കിലും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളുകളുമാണ്. പ്രദീപ്.